ദാവീദിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരിക്കുക താൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ശൗല് കുന്തമെടുത്ത് അവന്റെ നേരെ എറിയുന്നത്. പക്ഷേ അഭിഷേകമുള്ള ദാവീദ് ഇരുന്ന സ്ഥലത്തെത്തുമ്പോ ആ കുന്തം വഴിമാറി പോകുന്നു. ശൗല് നല്ല ഒരു യുദ്ധത്തിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ്. ആ മനുഷ്യന്റെ ഉന്നം തെറ്റത്തില്ല. പക്ഷേ അഭിഷേകത്തോടെ വലിയ കിന്നര വായിച്ചുകൊണ്ടിരിക്കുന്നവൻ ദൈവസാന്നിധ്യത്തെ മനസ്സിലാക്കി ഈ കുന്തത്തെ നോക്കിയോ രാജാവിനെ നോക്കിയോ അല്ല ഇരിക്കുന്നത്. അവൻ അറിയത്തിൽ ഈ കുന്തം ഇപ്പോ വരുമെന്ന്. പക്ഷേ അവന്റെ മുമ്പിലെത്തുമ്പോ ആ കുന്തം വഴിമാറി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വിളിച്ചു പറ, ശത്രുവിന്റെ തന്ത്രങ്ങൾ നിന്റെ മുമ്പിൽ വഴിമാറാൻ പോകുന്നു. ഇന്ന് പകലിന് അധികാരത്തോടെ വിളിച്ചു പറ, ശത്രുവിന്റെ തന്ത്രങ്ങൾ അഭിഷേകത്തിൽ നിൽക്കുന്ന എന്റെ ആദിരിനകത്ത് കയറത്തില്ല. അനേകായിരങ്ങൾ ചേർന്ന് അല്ലെങ്കിൽ അനേകമായ ഒരു കൂട്ടം ചേർന്ന് കല്ലെറിയാൻ ഒരു വ്യക്തിയെ മുമ്പോട്ട് വിളിച്ചോണ്ട് വന്ന് നിൽക്കുമ്പോ യേശു കർത്താവ് അവിടെ നിൽക്കുന്ന ആ ഒരു നിൽപ്പിൽ അവിടെ അത്ഭുതം സംഭവിച്ചോ. യേശുവുമായിട്ട് കൂട്ടിമുട്ടി അവരുടെ ജീവിതത്തിന്റെ മേൽ മരണം വഴിമാറിയെങ്കിൽ ശത്രുക്കൾ ഉന്നം വെച്ച് തന്ത്രങ്ങൾ നിറയുമ്പോ ആ ഉന്നം വെക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവര് എയിമില്ലാഞ്ഞിട്ടല്ല, അഭിഷേകമുള്ളത് കൊണ്ട് അത് നിന്റെ നേരെ വരാത്തതാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ അധികാരത്തോടെ വരാം. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോ, ആ അഭിഷേകത്തിൽ നിലനിൽക്കുമ്പോ ശത്രുവിന്റെ തന്ത്രങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നു. ശത്രുവിന്റെ പദ്ധതികൾ എന്റെ വീട്ടിനകത്ത് ഏക്കത്തില്ല. ശത്രുവിന്റെ ഓരോ തന്ത്രവും എന്റെ അതിരിനകത്ത് പ്രവേശിക്കില്ല. ഈ വചനഭാഗം ഉള്ളത്തിനകത്തിൽ പ്രവേശിച്ച സാധുവാകുന്ന ഒരു തിരുവല്ലക്കാരൻ പാട്ടുപാടി, ഉന്നം വച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതരാതെ